മലയാള സിനിമയുടെ സുവർണകാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് 90-കൾ. പ്രണയവും ഹാസ്യവും കുടുംബ ബന്ധങ്ങളും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ കാലം. ആ കാലഘട്ടത്തെ തങ്ങളുടെ അസാധ്യമായ അഭിനയ മികവ് കൊണ്ട് അനശ്വരമാക്കിയ, എന്നാൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് പ്രിയപ്പെട്ട നടീനടന്മാരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഓർമ്മിക്കുന്നത്. അവരുടെ വിയോഗം മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത ഒരു ശൂന്യതയാണ് ഉണ്ടാക്കിയത്. ആദ്യം നമ്മൾ ഓർക്കുന്നത് അഭിനയത്തിന്റെ പെരുന്തച്ഛനായ തിലകൻ ചേട്ടനെയാണ്. 90-കളിൽ അദ്ദേഹം ചെയ്ത വേഷങ്ങൾ ഒന്നിനും മികവുറ്റതായിരുന്നു. സ്ഫടികം സിനിമയിലെ ചാക്കോ മാഷും, കിലുക്കം സിനിമയിലെ ജഡ്ജിയും, അനിയത്തിപ്രാവ് സിനിമയിലെ രാഘവനുമെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. ഗൗരവക്കാരനായ അച്ഛനായും സ്നേഹനിധിയായ കാരണവരായും വില്ലനായും അദ്ദേഹം ജീവിച്ചു കാണിച്ചു. ആ ശബ്ദഗാംഭീര്യവും ആഴമുള്ള കണ്ണുകളും ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നു. 2012 സെപ്റ്റംബർ 24-നാണ് ആ വലിയ പ്രതിഭ നമ്മോട് വിട പറഞ്ഞത്. നെടുമുടി വേണു. 90-കളിലെ സിനിമകളിൽ നെടുമുടി വേണു എന്ന നടനില്ലാത്ത ഒരു രംഗം പോലും ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. ഭരതം, ഹിസൈനസ് അബ്ദുള്ള, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇന്നും ലെക്ചർ ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട ഒന്നാണ്. ഒരു നടൻ എന്നതിലുപരി നല്ലൊരു സംഗീതജ്ഞൻ, കലാകാരനുമായിരുന്നു അദ്ദേഹം. നാടൻ കഥാപാത്രങ്ങളെ ഇത്രയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച മറ്റൊരു നടൻ ഉണ്ടാകില്ല. 2021 ഒക്ടോബർ 11-നായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം. കൽപ്പന. മലയാള സിനിമയിലെ ഹാസ്യം പുരുഷന്മാർക്ക് മാത്രമല്ല എന്ന് തെളിയിച്ച പ്രിയ നടി കൽപ്പന. 90-കളിലെ ഒട്ടുമിക്ക സൂപ്പർ ഹിറ്റ് സിനിമകളിലും കൽപ്പനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കൗതുക വാർത്തകൾ, ഡോക്ടർ പശുപതി തുടങ്ങിയ സിനിമകളിലെ പ്രകടനം അവിസ്മരണീയമാണ്. വെറും കോമഡി മാത്രമല്ല, തനിക്ക് ക്യാരക്ടർ റോളുകളും വഴങ്ങുമെന്ന് പിന്നീട് അവർ തെളിയിച്ചു. 2016 ജനുവരി 25-നാണ് ഹൈദരാബാദിൽ വച്ച് അവർ പെട്ടെന്ന് നമ്മെ വിട്ടുപിരിഞ്ഞത്. സുകുമാരിയും KPSC ലളിതയും. 90-കളിലെ കുടുംബ ചിത്രങ്ങൾക്ക് അമ്മയായും അമ്മൂമ്മയായും അമ്മായിയായും നിറഞ്ഞു നിന്ന രണ്ട് പ്രതിഭകളാണ് സുകുമാരി ചേച്ചിയും KPSC ലളിത ചേച്ചിയും. പ്രിയദർശൻ സിനിമകളിലെ സുകുമാരിയുടെ വേഷങ്ങളും സത്യനന്ദിക്കാട് സിനിമകളിലെ KPSC ലളിതയുടെ വേഷങ്ങളും മലയാള തനിമയുള്ളവയായിരുന്നു. ഇതിൽ സുകുമാരി ചേച്ചി 2013 മാർച്ച് 26-നും KPSC ലളിത ചേച്ചി 2022 ഫെബ്രുവരി 22-നും നമ്മെ വിട്ടുപിരിഞ്ഞു. ഇതോടെ മലയാള സിനിമയ്ക്ക് മികച്ച മാതൃതുല്യമായ കഥാപാത്രങ്ങളെയാണ് നഷ്ടമായത്. ഇന്നസെന്റ്. നമുക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ചിരിയുടെ തമ്പുരാൻ ഇന്നസെന്റ്. റാംജി റാവ് സ്പീക്കിംഗ് സിനിമയിലെ മാന്നാർ മത്തായിയും, മണിച്ചിത്രത്താഴ് സിനിമയിലെ ഉണ്ണിത്താനും, ഗോഡ്ഫാദർ സിനിമയിലെ സ്വാമിനാഥനും തിയേറ്ററുകളിൽ ചിരിപ്പൂരം തീർത്തവയാണ്. ആ തനത് തൃശ്ശൂർ ഭാഷയും ശരീരഭാഷയും ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മളെ ഇത്രയധികം ചിരിപ്പിച്ച മറ്റൊരു താരം ഉണ്ടോ എന്ന് സംശയമാണ്. ക്യാൻസറിനോട് ധീരമായി പോരാടിയ ആ പ്രിയ താരം 2023 മാർച്ച് 26-ന് ഓർമ്മയായി. ഇനി നമ്മൾ ഓർക്കുന്നത് ചാലക്കുടിക്കാരൻ, നമ്മുടെ സ്വന്തം കലാഭവൻ മണിയെ തന്നെയാണ്. 90-കളിൽ മിമിക്രിയിലൂടെ വന്ന് പിന്നീട് വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികളെ കരയിപ്പിക്കുകയും വില്ലൻ വേഷങ്ങളിലൂടെ അമ്പരിപ്പിക്കുകയും ചെയ്ത നാടൻ പാട്ടുകളുടെ രാജാവ് 2016 മാർച്ച് 6-നാണ് ഈ ഊർജ്ജസ്വലനായ താരം നമ്മെ കണ്ണീരിലാഴ്ത്തി അകാലത്തിൽ വിട പറഞ്ഞത്. കൊച്ചിൻ ഹനീഫ. 90-കളുടെ അവസാനവും 2000-ന്റെ തുടക്കത്തിലും മലയാളികളെ ചിരിപ്പിച്ച് കൊല്ലിച്ച നടനാണ് കൊച്ചിൻ ഹനീഫ. പഞ്ചാബി ഹൗസ് സിനിമയിലെ ഗംഗാധരൻ മുതലാളിയും, മാന്നാർ മത്തായി സ്പീക്കിംഗ് സിനിമയിലെ എൽദോയും ഇന്നും ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. 2010 ഫെബ്രുവരി 2-നായിരുന്നു ആ ചിരിയുടെ സുൽത്താന്റെ വിയോഗം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. തനതായ ഗ്രാമീണ ശൈലിയിലൂടെയും നർമ്മത്തിലൂടെയും മലയാളികളുടെ ഹൃദയം കവർന്ന നടനാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അച്ഛനായും അമ്മാവനായും വെള്ളിത്തിരയിൽ ജീവിച്ച അദ്ദേഹം 2006 മെയ് 27-നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മാമുക്കോയ. 90-കളിലെ കോമഡി ചിത്രങ്ങളിൽ മാമുക്കോയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മലബാർ സ്ലാങ്ങും കില്ലാടി ഡയലോഗുകളും ഓടിയെത്തും. റാംജി റാവ് സ്പീക്കിംഗ് സിനിമയിലെ ഹംസക്കോയയും, മേലെപ്പറമ്പ് ആൺവീട് സിനിമയിലെ പോക്കറും ഇന്നും നമ്മളെ ചിരിപ്പിക്കുന്നു. 2023 ഏപ്രിൽ 26-നാണ് ആ ചിരിയുടെ സുൽത്താൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. മാള അരവിന്ദൻ. തനതായ ശരീരഭാഷ കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും മലയാളികളെ കയ്യിലെടുത്ത ഹാസ്യ സാമ്രാട്ടാണ് മാള അരവിന്ദൻ. പപ്പു, ജഗതി, മാളത്രയം 90-കളിൽ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. തബലിസ്റ്റ് കൂടിയായ ഈ അനുഗ്രഹീത കലാകാരൻ 2015 ജനുവരി 28-നാണ് ഓർമ്മയായത്. മോനിഷ. 90-കളുടെ തുടക്കത്തിൽ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മോനിഷ. കമലതളം, ചെപ്പടി വിദ്യ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം ഇന്നും ആരാധകർ ഓർക്കുന്നു. ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനിരിക്കെ കരിയറിൻ്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴാണ് 1992 ഡിസംബർ 5-ന് ഒരു കാർ അപകടത്തിൻ്റെ രൂപത്തിൽ വിധി മോനിഷയെ നമ്മിൽ നിന്നും തട്ടിയെടുത്തത്. ഫിലോമിന. മലയാള സിനിമയിലെ ബോൾഡായ അമ്മൂമ്മ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ നടിയാണ് ഫിലോമിന.
ഗോഡ്ഫാദർ സിനിമയിലെ ആനപ്പാറ അച്ചാമ്മയെ ആർക്കാണ് മറക്കാൻ കഴിയുക? ഗൗരവവും കോമഡിയും ഒരുപോലെ കൈകാര്യം ചെയ്ത അവർ 2006 ജനുവരി 2-നാണ് അന്തരിച്ചത്. ഭരത് ഗോപി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ ഭരത് ഗോപി 90കളിലും ശക്തമായ സാന്നിധ്യമായിരുന്നു. പിന്നീട് പക്ഷാഘാതം വന്ന് അഭിനയത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും സംവിധായകനായും എഴുത്തുകാരനായും സജീവമായിരുന്നു. 2008 ജനുവരി 29-നാണ് ഈ മഹാനടൻ നമ്മോട് വിട പറഞ്ഞത്. ജഗന്നാഥ വർമ്മ. സിനിമയിൽ കത്തോലിക്ക പുരോഹിതനായും ജഡ്ജിയായും പോലീസ് ഉദ്യോഗസ്ഥനായും ആഠ്യത്വമുള്ള വേഷങ്ങളിൽ തിളങ്ങിയ നടനാണ് ജഗന്നാഥ വർമ്മ. കഥകളി ആചാര്യൻ കൂടിയായ അദ്ദേഹം 2016 ഡിസംബർ 20-ന് നമ്മെ വിട്ടുവിട പറഞ്ഞു. ശ്രീനിവാസൻ. അടുത്തത് മലയാളികളുടെ സ്വഭാവത്തെയും രാഷ്ട്രീയത്തെയും നർമ്മത്തിൽ ചാലിച്ച് വെള്ളിത്തിരയിൽ കാണിച്ചു തന്ന നമ്മുടെ സ്വന്തം ശ്രീനിവാസനാണ്. 90കളിൽ അദ്ദേഹം തിരക്കഥ എഴുതി അഭിനയിച്ച സന്ദേശം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, മിഥുനം തുടങ്ങിയ ചിത്രങ്ങൾ മലയാളി ഉള്ളിടത്തോളം കാലം ചർച്ച ചെയ്യപ്പെടും. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും മനോഹരമായി ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ച മറ്റൊരു പ്രതിഭയില്ല. 2025 ഡിസംബർ 20-നായിരുന്നു ആ സിനിമാ വിസ്മയത്തിൻ്റെ വിയോഗം. സലിം കുമാർ. ഒടുവിൽ ഇനി നമ്മൾ ഓർക്കുന്നത് മലയാള സിനിമയിലെ ചിരിയുടെ വസന്തം തീർത്ത, പിന്നീട് നമ്മുടെ കണ്ണു നിറയിച്ച പ്രിയ നടൻ സലിം കുമാറിനെയാണ്. 90കളുടെ അവസാനത്തോടെ മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തിയ അദ്ദേഹം പഞ്ചാബി ഹൗസ്, കല്യാണരാമൻ, CID മൂസ, പുലിവാൽ കല്യാണം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളിക്ക് തന്ന കോമഡി ഡയലോഗുകൾ ഇന്നും ട്രോളുകളായി നമ്മുടെ കൂടെയുണ്ട്. ചിരിപ്പിക്കുക മാത്രമല്ല, അച്ഛനുറങ്ങാത്ത വീട്, ആദാമിൻ്റെ മകൻ അബു എന്നീ ചിത്രങ്ങളിലൂടെ നാഷണൽ അവാർഡ് വരെ നേടി അദ്ദേഹം തൻ്റെ അഭിനയ മികവ് തെളിയിച്ചു. നീണ്ട നാളത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊടുവിൽ 2026 ജൂൺ 6-നാണ് ആ ചിരിയുടെ സുൽത്താൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും മലയാള സിനിമയുടെ സുവർണകാലം തീർത്ത ഈ പ്രതിഭകളുടെ ഓർമ്മകൾ മലയാളികളുടെ ഹൃദയത്തിൽ എന്നും പുതുമയോടെ നിലനിൽക്കും. ഈ ലിസ്റ്റ് ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. എങ്കിലും മലയാള സിനിമയ്ക്ക് ഇവർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. നിങ്ങളുടെ മനസ്സിൽ ഇനിയും വിട്ടുപോയ താരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ 2ാം ഭാഗം കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.